അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. എറണാകുളത്തിന് ഓപ്പൺ ആവാൻ കിടക്കുന്ന തിയേറ്ററുകളെല്ലാം ഓണത്തിന് തന്നെ ഓപ്പൺ ആയിരിക്കും. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് സരിത ഓപ്പൺ ആവുന്നത്. സ്ക്രീൻ തിയേറ്റർ ആയിട്ടായിരുന്നു മുന്നേക്കെ സംസാരവും ആൾക്കാർ പറഞ്ഞ റൂമേഴ്സ് പ്രകാരം കേട്ടിരുന്നത്. ഫൈനലി ഇത് കിങ് സൈസ് തിയേറ്റർ ആയിട്ട് തന്നെയാണ് ഓപ്പൺ ആവുന്നത്. 800 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. എന്തായാലും വലിയ സ്ക്രീൻ തന്നെയായിരിക്കും സരിതയിൽ ഉണ്ടാവുക. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് സരിത ഓപ്പൺ ആവുന്നത്. സരിതയിൽ എന്തായാലും യൂസ് ചെയ്യാൻ സാധ്യത ബാർക്കോന്റെ ലേസർ പ്രൊജക്ഷൻ ആയിരിക്കും. പിന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഉണ്ടാവും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സരിത ഓപ്പൺ ആവുന്നതോടുകൂടി സവിതയും സംഗീതയും റിനോവേഷൻ ആയിട്ട് അവർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് സവിതയും സംഗീതയിൽ സംഗീത ഒഴിവായിട്ട് സവിത 2 സ്ക്രീൻ ആവാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു സ്ക്രീൻ സംഗീത എന്ന പേര് നൽകാനായിരിക്കും സാധ്യത. എന്തായാലും ഇത് പെട്ടെന്നൊന്നും ഓപ്പൺ ആകുമ്പോൾ സമയമെടുത്തായിരിക്കും വർക്ക് എടുക്കുക. എന്തായാലും ഒരു 3 വർഷമൊക്കെ എടുത്തായിരിക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവർ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം സംസാരിക്കേണ്ടത് ഡോൾബി സിനിമാസ് ആണ്. കൊച്ചിയിൽ ആദ്യത്തെ ഡോൾബി സിനിമാസ് EVM ചുള്ളിക്കല്ല് ഓപ്പൺ ആകാൻ പോകുന്ന തിയേറ്റർ. ഇതിനകത്ത് വരാൻ പോകുന്നത് 4K ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ആയിരിക്കും 2 സ്ക്രീനിലും വരാൻ പോകുന്നത്. പിന്നെ ഡോൾബിയുടെ തന്നെ ട്യൂണിങ് ഇതിനകത്ത് ഉണ്ടാവും. ഇത് ഡോൾബി സിനിമാസ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഡോൾബിയുടെ വിഷന്റെ സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് കറന്റ്ലി എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് അറിയാൻ സാധിക്കും. ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിന്റെ വർക്കുകളും സ്പീഡപ്പ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇത് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷ. എന്തായാലും 740 സീറ്റിംഗ് കപ്പാസിറ്റി ഓരോ സ്ക്രീനിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ സ്ക്രീനും പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി അവർ നൽകിയിട്ടുണ്ട്. നമുക്ക് പുറത്തു വരുന്ന ന്യൂസുകളിൽ നിന്ന് ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമാണ് കാര്യം. കറക്റ്റ് ഇതെന്നാ ഓപ്പൺ ആവുക ഡീറ്റെയിൽ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഓണത്തിന് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷ പറയാൻ സാധിക്കും വിഷന്റെ സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും ഇവിടെ വന്ന് കുറഞ്ഞ റേറ്റിൽ സിനിമ കാണാൻ ആരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ടിക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കും. എന്തായാലും ഞാൻ എക്സൈറ്റ്മെന്റ് ആണ്. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാര്യം കേരളത്തിൽ ഒരു തിയേറ്റർ ഓപ്പൺ ആക്കാൻ പറ്റിയ സമയം ഓണമാണ്. ഓണം ഒരു നല്ലൊരു സമയമാണ്. നല്ല മലയാള സിനിമകൾ വരുന്നതും ഒരു നല്ലൊരു ഫെസ്റ്റിവൽ സീസൺ ആണ് ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ ഓപ്പൺ ആക്കാൻ പറ്റിയ സമയം ഓണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ഡിലേ ആക്കിയിട്ട് ഓണത്തിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചൊക്കെ ആയിരിക്കും ഇതിന്റെ വർക്ക് ഫൈനൽ സ്റ്റേജിലാണ്. നിസാര ദിവസങ്ങളുള്ള വർക്ക് തീരാനായിട്ട്.